നമ്മൾ ഈ ഫാർമസിയിൽ പോയിട്ട് വെളുക്കാൻ വേണ്ടി ക്രീം ചോദിക്കുമ്പോൾ അവർ ചിലപ്പോൾ തരുന്ന ക്രീമുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ സ്റ്റിറോയിഡ്സും റെറ്റിനോയിനും ഗ്ലൈക്കോളിക് ആസിഡും ഒക്കെ അടങ്ങിയ ക്രീമുകളായിരിക്കും. ഇത് നമുക്ക് യൂസ് ചെയ്യാമോ വെളുക്കാൻ വേണ്ടിയിട്ട്? ഇത് വെളുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്താൽ പ്രത്യേകിച്ചും സ്റ്റിറോയിഡ്സ് ഒക്കെ അടങ്ങിയ ക്രീം നമ്മുടെ മുഖത്ത് ഹൈപ്പർ, അതായത് ഓവറായിട്ട് വരുന്ന പിഗ്മെൻറ്റേഷൻ മാറ്റാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡൗട്ട് വരും, ഓവറായിട്ടുള്ളതാണെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ളത് മാറ്റിക്കൂടെ? മാറ്റത്തില്ല. ഓവറായിട്ട് പിഗ്മെൻറ്റേഷൻ വരുന്നത് പിഗ്മെൻറ്റേഷൻ തരുന്ന സെൽസ് ഒരുപാട് ഇൻക്രീസ് ആവുന്നതുകൊണ്ടാണ്. ഈ ക്രീമുകൾ ആ സെൽസിനെ നശിപ്പിക്കാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള സ്കിൻ അത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ നാച്ചുറൽ സ്കിന്നിൻ്റെ സെല്ല് നശിക്കുകയും അത് നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവുകയും ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിന് കളർ തരാനൊന്നും ഇല്ലാതാവുകയും അത് കാരണം നമ്മുടെ സ്കിൻ കറുത്തിട്ട് ടാറ് കണക്കാവുകയും ചെയ്യും. ഇതൊരു കണ്ടീഷനിലോട്ട് വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല നമ്മുടെ ബോഡിക്കും ഇങ്ങനെ സ്റ്റിറോയിഡ്സ് അൺപ്രിസ്ക്രിപ്ഷനായിട്ട് യൂസ് ചെയ്യുന്നത് ദോഷമാണ്. അതുകൊണ്ട് ഒരിക്കലും ഫാർമസിയിൽ ചെന്നിട്ട് വെളുക്കാനൊന്നും ക്രീം ചോദിച്ച് വാങ്ങിക്കരുത്. ഫാർമസിയിലൊന്നും അല്ല, ഒരു ഫെയർനെസ് ക്രീമും സ്റ്റിറോയിഡ്സും അതുപോലെ മെർക്കുറിയൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മുടെ ബോഡിക്ക് നല്ലതല്ല. അപ്പോൾ നിങ്ങൾ ഡോക്ടറെ കമ്പോക്സ് വെച്ചേക്കാം. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ ഫോളോ ചെയ്യാനും മറക്കണ്ട.